എടാ ഇവിടെ ആരും ഇല്ലടാ. പോടാ, ഇവിടം വരെ പോയാ മതി, അവന്മാരില്ല. ആടാ ഹായ് ഗായ്സ്, ഹായ് പാർത്ഥ്, ഹായ് നന്ദേശ്വർ, ഹായ് രോജ്. ഹലോ ഹലോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മള് മീൻപിടിപ്പാറ അല്ല കൊട്ടാരക്കര മുട്ട്ര ഹിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മുട്ട മഴയാന്ന് അല്ലേ, മുട്ട മഴയെന്നല്ലേ കൊട്ടാരക്കര കോടയാന്നാ പറഞ്ഞ. പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയില്ല. അങ്ങോട്ട് മല ഈ വളവ് കഴിയുമ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ കൈ വന്നു. അപ്പൊ നോക്കാം. നമ്മള് ഇപ്പൊ എത്താറായി. എത്ര കിലോമീറ്റർ ഉണ്ടാ? 3.5 കിലോമീറ്റർ. 6 മിനിറ്റിനുള്ളിൽ എത്തും. പെട്ടെന്ന് എത്തിയില്ലേ? അതോ നമ്മൾ അറിയാനാണ്? ഞാൻ വ്ളോഗില് ശ്രദ്ധിച്ചോണ്ടിരുന്ന, ഞാൻ ഒന്നും കണ്ടില്ല. ആരെയാ? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് 4 പേര് അതെ അതെ. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല്, ഒരുപാട് നാളത്തെ ഒരു പ്രയത്നത്തിന്റെ ഒടുവിലായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ട്രിപ്പ് തിരിച്ചത്. അല്ലേടാ? ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലേ നമ്മള്? അല്ലേ? അതെ അതെ. അതെ, നന്ദേശ്വർ വലിയ ചുമതലകളെല്ലാം അതിർത്തിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാടാ തനിച്ച് ഐഫോൺ അടിക്കുന്നുണ്ട്? അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. You have arrived your destination. ഇല്ല, സ്കൂട്ടർ സൈക്കിൾ വരുന്ന അണ്ണനോട് ചോദിക്കാം. കാറിടാനാ എത്തിയാര്? ഇവനോട് ചോദിച്ചു, ഇറങ്ങനോട് ചോദിച്ചേ. മോനെ ഇവിടെ മല കയറുന്ന എവിടാ? കാറ് കയറുവോ? ഇവിടെ അങ്ങോട്ട് നീടാൻ പല സ്ഥലമുണ്ട്. ഇവിടുന്ന് മേളോട്ട് താഴോട്ട് ഇറങ്ങുന്നത് മലയാ കയറാൻ പോകുന്നത്. ഇപ്പം കാറിടാൻ സ്ഥലം എല്ലാം ഉണ്ടോ അവിടെ? ശരിയാ, വണ്ടി വരുന്നത് ലെഫ്റ്റിലോട്ടാണ്. പിള്ളേര് വന്ന് വഴക്ക് കിടുമ്പോഴേ എവിടെയാടാ മണ്ണ് കണ്ട? അങ്ങോട്ട് കുറച്ചുകൂടെ വന്നിട്ട് എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലാ വന്ന വെടിവെച്ച് പിള്ളേര് മേടിച്ചു കൂടാ. ഇവിടെ അങ്ങനെ ഇതാണോ നീ പറഞ്ഞേ? വളരെ അവിടെ ഇടാൻ തോന്നല്ലേ? അവിടെ അവിടെ കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അവരൊക്കെ പോയാ വണ്ടി പാറയുണ്ട്, അതിലെ കൂടെ കേറും. അതറിയത്തില്ല, നമുക്ക് ചോദിക്കാം. ഇവിടെ ചരിഞ്ഞടാ വണ്ടി. ഞാൻ നോക്കുമ്പോഴേ ഇങ്ങനെ ജീവനൊക്കെ പോത്തില്ലടാ, ഇങ്ങനെ പോന്ന്. അങ്ങനെ ഞങ്ങൾ മുട്രയിലെത്തി. പക്ഷെ ഇതുവരെ ഹില്ല് കണ്ടില്ല. അല്ലേടാ? അല്ലേടാ, നമ്മള് മുട്രയിലെത്തി, പക്ഷെ ഹില്ല് കണ്ടില്ലല്ലോ. ഞങ്ങള് ഹില്ല് തേടി നടക്കുക. മുട്ര സ്റ്റോൺ കണ്ട്. ആണോ? നമ്മള് കാറ് കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഹില്ല് തപ്പി നമ്മള് പോവാ. ചോദിച്ചു നോക്കിയാലേ. ചോദിച്ചു. ഇവിടെ മല കയറുന്ന എവിടെ? മുട്ര ആണോ? അപ്പൊ അങ്ങനെ അല്ല 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 അല്ല, അവിടെ നിന്ന് വഴി. അവിടെ നമ്മള് കാറിട്ടെ പോണ്ട, മണ്ണ് എടുത്തേക്ക്. ആണോ? ഗൈസ്, ചേഞ്ച് ഓഫ് പ്ലാൻ. ഞങ്ങൾ തിരിച്ചു നടക്കുക. കുറച്ച് തിരിച്ചിങ്ങോട്ട് ഞങ്ങള് തിരിച്ച് ഒരു മാമൻ പറഞ്ഞ രീതിയിൽ അവിടെ വണ്ടി ഇടാൻ പറ്റുന്ന വണ്ടി മാറിയില്ല.
ഓ ഇതൊക്കെ ഇടിച്ചു തത്താ ഒരു ഓറയും കാണുന്നില്ല കേട്ടാ. നമ്മള് കാണണ്ട ഇവിടെ വണ്ടി പുള്ളി പറഞ്ഞത് ഇതുവഴി കയറിയ മണ്ണലാളെ കിടക്കുന്നത് കാറങ്ങി ഒരു എൻട്രി കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഞങ്ങളൊന്നും കണ്ടില്ല. കുറച്ച് മണ്ണ് എത്ര ഇടിഞ്ഞാലും കാരണം പോലും വരത്തില്ല. വലിയ കരടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങള് നോക്കട്ടെ, എൻട്രി തപ്പി ഇങ്ങനെ നടക്കുക. ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു നടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഒന്നുമില്ല, മീൻപിടി പറയ പോകും. നോക്കാം ഗൈസ്. ഞങ്ങള് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് അയ്യോ ഗൈസ് വീണ്ടും ചേഞ്ച് ഓഫ് പ്ലാൻ. അവിടെ വണ്ടി ഇടാൻ പറ്റുമെന്നൊരു വാർത്ത നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു നടക്കുന്നു. ഗൂഗിൾ മാപ്പിൽ ചിലപ്പോ പിന്നെ അപ്പൊ ഞങ്ങള് പിന്നെ വണ്ടി എടുത്തിട്ട് അവിടെ പോയിട്ടിട്ട് വരാം. ഇനി വരുമ്പോ ഞങ്ങൾ മുട്ര ഹിൽസിലായിരിക്കും നിൽക്കുന്നത്. ഇതൊക്കെ കൊട്ടാരക്കരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചോ വലിയ കാറ്റേ കാക്കയാണ്. വല്ലത്തോട്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലേ ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പൊ എന്തായാലും വളയ്ക്കാൻ സ്ഥലമുണ്ട്. അത് ഇവിടെ റോഡൊക്കെ ഇതുണ്ട്. അപ്പൊ ഇതായിരിക്കും വഴി. ടൂറിസ്റ്റ് വലത്തോട്ട് പോട്ടെ. വലത്തൊന്ന് പറഞ്ഞായിരുന്നല്ല അവര്. നിങ്ങൾക്ക് ഇത് കണ്ട ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആകത്തില്ല അല്ലേ? ഇത് കണ്ട ആൾക്കാർ നമ്മുടെ വ്ലോഗ് കണ്ട് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള ജനങ്ങളൊക്കെ ഇത് കണ്ടിട്ട് വരുമ്പോഴേ നിന്റെ വീട്ടിൽ വെറുതെ നടക്കുന്നതായിരിക്കും. അതെ. അപ്പൊ അവർക്കൊക്കെ ഇതൊരു നിങ്ങൾക്ക് അവർക്കൊക്കെ ഇതൊരു എങ്ങനെ കറക്റ്റ് ആയിട്ട് എത്തിപ്പെടാം എന്നുള്ളൊരു ഗൈഡാണ് നമ്മുടെ ഒരു വീഡിയോ. ഫുള്ള് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. കാറ് ഇടാൻ സ്ഥലം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അതെ അതെ. മറ്റേ അണ്ണൻ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. കുറച്ചു നേരം ഞാൻ നോക്കുമ്പോ ലോഡിങ് ആവുന്നു. അപ്പൊ നമ്മള് ഏകദേശം എനിക്ക് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഞാൻ എന്ന് കയറിയാണ്. നമ്മളാരും പറയുന്നൊന്നും കേൾക്കത്തില്ല. ആദ്യം കാണുന്ന മല അങ്ങ് കയറും. അപ്പൊ നമ്മള് ഏകദേശം അടുത്തെത്താറായി. നേരത്തെ ഇവൻ പറഞ്ഞ പോലെ കയറിയായിരുന്നല്ലോ. കണ്ട തെന്നി. ശരിയാ, കാക്കയാണ് നമ്മള്. പക്ഷേ എനിക്ക് നേരെ പോയി നേരെ പോയി ഇഷ്ടമല്ല. നമ്മള് വളഞ്ഞു കയറണം. നമ്മള് സിസ്റ്റത്തെ കവളിപ്പിക്കണം. മനസ്സിലായോ? ഓ എയറോഡൈനാമിക്സിനെ ബാധിക്കും. പിന്നെ നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ അപ്പീലില്ല. ഇമാര് വഴി ഇഷ്ടമല്ല. TK മൈറ്റിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് വണ്ടിയൊക്കെ കിടക്കുന്ന ഇഷ്ടം പോലെ വണ്ടി ഇത്ര ഞാൻ ഇവിടെ കണ്ടില്ല. കൊണ്ട് ഒതുക്കിയാണ്. ഫൈനലി നമ്മള് വണ്ടി ഇടാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വണ്ടി ഇട്ട് കഴിഞ്ഞ്. അതായത് നമ്മളെ പോലെ ടെക്നിക്കലായിട്ട് പാർക്കിംഗ് സ്പേസ് ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല അല്ലേടാ ഗൈസ്. സൗണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ഭയങ്കര നോയിസ് പൊല്യൂഷൻ. അതുകൊണ്ടോ അവിടെ ഇത് കെട്ടിയേക്കുന്നുണ്ടോ? പിന്നെ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഇവിടെ പിന്നെ അപ്പൊ ഗൈസ് ഞങ്ങള് ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുത്തൊഴുക്കുള്ള അരുവി ചെയ്ത് കേട്ടോ. മഹിഷ്മതിയാ തമന്നെ അവിടെ നിന്ന് വിളിക്കും വയറൊക്കെ കാണും. ഇനിയൊരു വലിയ സ്റ്റെപ്പ് ഉണ്ട് അവിടെ നമുക്ക് കയറാൻ. ഇനി അതൊക്കെ കയറി വലിഞ്ഞ് കയറിയിട്ട് വരാം. അയ്യോ നമ്മള് ക്ഷീണിച്ചൊന്നുമില്ല. അതെ അതെ അതെ. 3 വീഡിയോ ആയിട്ടല്ല, 3 അല്ല 2. ഇതിനകത്ത് ബീച്ച് മാത്രമല്ല. ഇപ്പൊ നമ്മള് വെറൈറ്റിക്ക് മലയാണ് കയറാൻ പോകുന്നത്. പിന്നെ തിരിച്ചിറങ്ങാൻ എല്ലാവരെയും 1 മണിക്കൂർ ലേറ്റ്. പക്ഷെ അന്ധകാരം വരെ പടിയാന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഏകദേശം ഏതോ ടോപ്പിലൊക്കെ എത്തി. ഇവിടെ എന്തോ കാവൊക്കെ ഉണ്ട് ഇല്ലടാ പാർക്ക്. ഏകദേശം ടോപ്പിലെത്തിയല്ലേ? ഏതോ ദൈവം മുട്രായിലെ ദേവി എന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം കേട്ടോ, കൊള്ളാം ഗൈസ്.
ഇവിടെ ഡയറക്ഷൻ നോക്കിയാൽ അറിയാം മീൻപിടിപ്പാറ എവിടെ ആണോ? അങ്ങോട്ട് ഒട്ട ഓട്ടോടി 1 കിലോമീറ്റർ ഉള്ളൂ. ആണോ? ഇതിന്റെ മുകളിൽ 4G ഉണ്ട്. അങ്ങനെ എന്തുവാ എടാ പക്ഷേ എടാ അല്ല അവിടെ കേട്ടാ അല്ല അവിടെ കുറെ ഷെഡൊക്കെ കെട്ടിയിട്ടേക്കുന്ന എന്താ സ്ഥലം അതല്ല ഇരിക്കാനും അങ്ങോട്ടും പോ. നല്ല നല്ല കാറ്റുണ്ട്. ചായ കാപ്പി നനയുള്ളതെന്ന് പറഞ്ഞു. അത് വേണം, ക്ഷീണിച്ചില്ലടാ. എനിക്ക് നമ്മൾ മറ്റേ വഴിയായി നടന്നു വന്നില്ല. ഏറ്റവും ആദ്യം ഇറങ്ങുമ്പോൾ ആ വഴി ഇറങ്ങാം. അപ്പോൾ ഇത്രയും നമ്മൾ കുഴഞ്ഞു വന്നെങ്കിൽ ഇവിടെ മീൻപിടിപ്പാറ എവിടെ അവിടെ ഏകദേശം അവിടെ ആയിട്ട് ഒരു മീൻ പിടിപ്പാറ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അവൻ കാറെടുത്തുണ്ടെങ്കിൽ നല്ല സുഖം, നല്ല സൂപ്പർ കാറ്റ്, നല്ല തണുത്ത കാറ്റടിക്കുന്നു ഗൈസ്. നല്ല അടിപൊളി കൊള്ളാം. ഇത്രയും വിയർത്ത് കുഴഞ്ഞ് കയറി വന്നെങ്കിലും മേളിൽ കൊള്ളാം. നല്ല കുറച്ച് നേരം വന്ന് ഇരിക്കാനും എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ഫെൻസൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിനപ്പുറത്തോട്ടൊക്കെ റിസ്ക് ആയിരിക്കും കേട്ടോ. നമ്മള് ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാണിച്ചാലോ? ഫെൻസിങ്ങിന്റെ അതെ നമ്മളിതിന്റെ ഫെൻസിങ്ങിന്റെ അപ്പുറം അതെ ഞാൻ വീഴാതെ പിടിക്കണേ. ഇങ്ങോട്ടൊന്നും ആരും പോരുത്, മനസ്സിലായി? ഇത് ഞങ്ങള് എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് കാണിക്കുന്നത് അല്ലേടാ? എന്തൊക്കെ ഇവിടെ ചെയ്തുകൂടാന്നല്ലേടാ നമ്മൾ കാണിക്കുന്നത്? ഇങ്ങനൊന്നും പൊക്കൂടാ കൈസ്. ഈ ഒരു ഫെൻസിങ്ങിന്റെ അപ്പുറം ആരും വരരുത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായതുകൊണ്ട് മാത്രമാണ്. അത് ശരി കേട്ടാ, ഇറങ്ങിയാൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇത് ചെയ്യരുതെന്ന് പറയുന്നത്, മനസ്സിലായി? ഇറങ്ങിയാൽ തിരിച്ചു തരണം. അത് പറ്റാത്തവന്മാരെ ഇറങ്ങരുത്. കൊള്ളാം അല്ലേടാ? ഇതിന്റെ വണ്ടി കടയുണ്ടോ ഇതിന്റെ വണ്ടി? അല്ലേ നാരങ്ങാളം കാണും. ഒരു പട്ടി ഇരിക്കുന്നത് പോസ് ചെയ്തിരിക്കുന്നുണ്ടാ. കുറച്ചുകൂടി പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ കാറ്റങ്ങ് പോയി കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാറ്റ് താജ്മഹലോ അളി ആഗ്രഹം എത്തിയ ഇല്ലടാ. ഇത് നമുക്ക് നേരത്തെ നന്ദേശ്വർ പറഞ്ഞ താജ്മഹൽ ആ ഒരു കാറ്റ് പോയി കേട്ടോ. ചെറിയ വെയിലും വന്നു. അപ്പോഴത്തേക്ക് ആ ഒരു ആംബിയൻസ് അങ്ങ് പോയി. അതെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു രസമുള്ളൂ. ഇല്ലടാ നമ്മള് സത്യം പറഞ്ഞാലേ സത്യം പറഞ്ഞാ എടാ ഇവിടെ വരുന്നതെന്ന് വെച്ചാ കുറച്ചു നേരം വന്ന് മൈൻഡ് ഫ്രഷ് ഒക്കെ ആകാനായിട്ട് പറ്റിയ സ്ഥലം. പിന്നെ കേറി വരുമ്പോഴത്തേക്ക് ഒരു ഊപ്പാടാവുന്നേ ഉള്ളൂ. നല്ല കാറ്റും നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു വെളുപ്പിനൊക്കെ വന്നാൽ സൂപ്പർ ആയിരിക്കും അല്ലേടാ? അല്ലേ ഏടാ? കുറച്ചുകൂടി വെയിലൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെ വെളുപ്പിനൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പൊ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഞാൻ 10 വരെ ആകുമ്പോ അമ്മയുടെ രാവിലെയാണ് ഗൈസ് ഇതൊക്കെ. ഗൈസ് എക്സ്ക്ലൂസീവ് കണ്ടന്റ്. മലയുടെ മണ്ടയിൽ പോലീസ് സ്റ്റേഷൻ. നൻപന്മാര് കണ്ട എടാ ഇവിടെ ആരും ഇല്ലടാ. പോടാ ഇവിടം വരെ പോയാ മതി. അവന്മാരില്ല ആടാ. വേണ്ട എന്തിനാ വെറുതെ. ഗൈസ് മലയുടെ മണ്ടേ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മനസ്സിലായോ? അതും നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ എവിടെ കിട്ടും ഇത്? എവിടെ പോടാ നീമാര്? ഇത്ര പേടിത്തൂറുകളാവാറ. അവിടെ കുറച്ച് പേര് ഇരുന്ന് സമാധാനമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന അവന് പിടിക്കുന്നില്ല. അവൻ കല്ലെറിഞ്ഞ് ഓട്ടിക്കുകയാണ്. ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു നഷ്ടമാണെന്നറിയോ സത്യം പറഞ്ഞാ. എടാ കാണി
അതൊക്കെ കാണിക്കണം മനസ്സിലായി. നോട്ടെ 5000 രൂപ കടം കണ്ടായിരുന്നത് അത് കണ്ടായിരുന്നു. ഇപ്പോഴും മൂന്നരക്ക് റോഡില്ല വല്ല ഓരോ റൂമർ അത് കണ്ടായിരുന്നു. അയ്യോ അയ്യോ ഗൈസ് ഇതൊന്നും നിങ്ങള് ഫോളോ ചെയ്യരുത്, മനസ്സിലായോ? ഇതൊക്കെ തെറ്റാണ്, ബേസിക്കലി ഇത് തെറ്റാണ്. നീ പോയി പറഞ്ഞു കൊടുക്കണം. Don't try at home. അതെ, നമ്മള് താഴെ പാർക്ക് ചെയ്ത വണ്ടിക്കകത്ത് കൊള്ളും മിക്കവാറും കേട്ടോ. ആലോചിച്ച് നോക്കിയേ. ആ നോക്കുമ്പോഴത്തേക്ക് ഒരു 4 കല്ല് എന്റെ മണ്ടയിൽ ചന്തി കാണിക്കാതെ ജ്യോതി വിളക്ക് ഏറമില്ല. അത് ആമയാടാ. ചീയൂതി വിളക്ക് അല്ല അത് മറ്റേ ദേവിയെ പോലെ ഇരിക്കുന്നത്. നമുക്ക് ആന്റിക്ക് സാധനം കിട്ടി. ഇതിനൊരു 10,000 വർഷം പഴക്കം കാണും. ARMനകത്തുള്ള ആന്റിക്ക്. ആ ഉവ്വ ഇല്ലടാ, ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഫേക്ക് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മള് അന്തേശ്വർ പറഞ്ഞൊരു വഴി കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുക ഗൈസ്. പക്ഷെ അവിടെ 8 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടോ? എങ്ങനെ നടക്കുന്ന എന്തുകൂടാ ഇത്, വല്ലതൊക്കെ കാണുവാടാ ഇതിന്റെ ഇടയ്ക്ക്. നിങ്ങൾ അധികം പോന്നെ ചർച്ചിലേക്ക് അവിടെ നിങ്ങള് അപ്പൊ ഗൈസ് നമ്മുടെ മുട്രയിലെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത് നമ്മൾ മീൻപിടിപ്പാറയിലോട്ടാണ് പോകുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് ആയി പോകും. ഇവിടെ കുറച്ചും കൂടി സത്യം പറഞ്ഞാൽ കാറ്റും ഒരു ക്ലൈമറ്റ് കുറച്ചും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. ആരും വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങരുത്. അതെ അതെ, ഉച്ചയ്ക്ക് ആരും ഇറങ്ങരുത് ഞങ്ങളെപ്പോലെ. ഞങ്ങളുടെ വീഡിയോയിൽ നമ്മൾ കൂടുതലും കാണിക്കുന്നത് ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി. ബൈ ഗൈസ്. എനിക്ക് അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാട്ട് നല്ലൊരു നല്ല പാട്ടൊക്കെ കയറ്റി സെറ്റാക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഫ്രണ്ടിലോട്ട് കാണിച്ചു. അവിടെ ആണോ? അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല, ഞാനല്ല. രോഹിത്തെ നോക്കിയപ്പോ വിളിച്ചു സന്തോഷ് സാന്റോസ്